ഉപ്പാ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഉച്ചയാകുമ്പോ വരാം. വന്നിട്ട് ഭക്ഷണം ഞാൻ തന്നോളാം കേട്ടാ. മരുന്ന് മരുന്നൊക്കെ ഞാൻ രാവിലത്തെ തന്നിരിക്കണ്. ഇനി ഉച്ചയ്ക്ക് ഉള്ള മരുന്നേ ഉച്ചയ്ക്ക് ഞാൻ വന്നതിന്റെ ശേഷം തരാം കേട്ടാ. ഉപ്പാ ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോളാം കേട്ടാ. ആ, ഉറങ്ങാതിരിക്കണ്ട. ആ, പുറത്തിങ്ങനെ വല്ലാതെ ചൂടാവുണ്ടെങ്കിലേ മലർന്ന് മാത്രം ഇങ്ങനെ കിടക്കണ്ട. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ മതി കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സുലുവിനെ വിളിച്ചാൽ മതി. ഒന്നൊരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് വന്ന് നോക്കിക്കോളൂ കേട്ടാ. ഞാൻ പറഞ്ഞിട്ട് പോവാം. കിടന്നോളണ്ടേ. ശരി. അതെ, ഞാനങ്ങോട്ട് ഷോപ്പിലേക്ക് പോവാണ്. ഉപ്പാനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കിടത്തിയിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് റൂമിൽ പോയിട്ട് നോക്കുക. ഞാൻ നിങ്ങളോട് എത്ര കാലായി പറയണേ, ഒരു ഹോം നേഴ്സിന് എന്തെങ്കിലും വെക്കേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനിക്കോ അനിയനിക്കോ കൊണ്ടുപോയിക്കൂടെ. ഈ ഹോം നേഴ്സിനെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബാധ്യത കൈയൊഴിയണ പോലെയാണ്. ബാധ്യതയോ? പിന്നെ നമ്മളെ ബാധ്യതയാണ്. നമുക്ക് ചില ബാധ്യതകളില്ലേ, ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ. അത് ചെയ്യണ്ടേ? മിണ്ടാതിരുന്ന ബാധ്യത. ബാക്കിയുള്ളവർക്ക് ഓരോരുത്തരും ജോലി നോക്കണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ പോകണം, അല്ലെങ്കിൽ കടയിൽ പോകണം. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ജോലിക്ക് പോകണില്ലേ? എനിക്കിത് വയ്യ. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോക്കണത് നമ്മൾ വല്ല ഏതെങ്കിലും പിച്ചക്കാരനെയോ അല്ലെങ്കിൽ നാട്ടിലത്തെ ഏതോ ആൾക്കാരേനെയോ ഒന്നും അല്ല. ഇനി അവരേനെയാണ് നോക്കണ്ടെങ്കിൽ, അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരേനെയും നോക്കേണ്ടി വരില്ലേ നമ്മള്. ഇത് സ്വന്തം ഉപ്പയാണ്. ഇക്ക പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണേ. ഇത് പ്രാക്ടിക്കലാണ്. നോവലും അതും വായിച്ചിട്ട്, ആ നോവൽ വായിച്ചതിന്റെ ഗുണം എനിക്കുണ്ട്. അത് എനിക്കില്ല താനും. അതും കൂടി മനസ്സിലാക്കുക. പുസ്തകം വായിക്കണം കുറച്ചൊക്കെ. അതല്ല സമൂഹത്തിൽ ഇറങ്ങി ഇടപെടണം. ഇത് ജോലി വീട് പണം പൈസ അതല്ല ചിന്ത വേണ്ടത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെ വളരെ ഇടുങ്ങി സങ്കുചിതമായിട്ട് ചിന്തിക്കരുത്. ഇങ്ങനെ നാരോ മൈൻഡഡ് ആവരുത് മനുഷ്യൻ. എനിക്കല്ലല്ലോ, എനിക്കൊരു ഉപദ്രവവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളെല്ലാം നോക്കുന്നു, കുളിപ്പിക്കുന്നു, കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഇതെന്താ പിന്നെന്താ പ്രശ്നം? ഞാൻ കണ്ടപ്പോ പറഞ്ഞേ ഉള്ളൂ. കണ്ടപ്പോ എന്തത് ചെയ്യുന്നതാ? ഈ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് ഇത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ? ഉമ്മ പോയി എന്തായാലും. ഇനി ഉപ്പയാണുള്ളത്. ആ ഉപ്പാനെ അതേപോലെ വേണ്ട വിധത്തിൽ നോക്കണം. അത് എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്. ഞാനത് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. എന്റെ കാര്യം ഇതെല്ലാ മക്കൾക്കും ഉള്ളത് തന്നെയാണ്. ഈ മദ്രസയിലൊന്നും ഇത് പഠിച്ചിട്ടില്ല. ഉപ്പാനും ഉമ്മാനെയും നോക്കണം എന്നുള്ളത്. ഈ ഒരു നന്മ പാഠ പുസ്തകങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഉപ്പാണ് ഒരു ഹോം നേഴ്സിനാക്കിയ ആ ഹോം നേഴ്സിന് നമ്മൾ കാശ് കൊടുത്താൽ മതി. നമ്മുടെ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഉപ്പാനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. എല്ലാം നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് പറഞ്ഞതാ. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. എനിക്ക് അതിലൊരു അറപ്പും വെറുപ്പും ഇല്ല. ഉപ്പ എത്രയോ തവണ എന്നെ കുളിപ്പിച്ചു തന്നിട്ടുണ്ടാവും ചെറുപ്പത്തില്. അതേപോലെ ഉപ്പാനെ ഞാൻ ഇപ്പൊ കുളിപ്പിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഡ്രസ്സ് ഇടിപ്പിക്കുന്നു, ഭക്ഷണം വാരി കൊടുക്കുന്നത്, ഇതൊക്കെ ഉപ്പ എനിക്കും ചെയ്തു തന്നിട്ടുണ്ട്. അല്ലല്ല ഇതും കൂടി മനസ്സിലാക്കണേ. അന്നൊന്നും ഉപ്പ എനിക്ക് വേണ്ടിയിട്ട് ഹോം നേഴ്സിനെ വെച്ചിട്ടില്ല. കുട്ടി അപ്പിട്ടാലും മൂത്രം ഒഴിച്ചാലും അതൊക്കെ കോരാനും പിടിക്കാനും ഒക്കെ ഉമ്മയും ഉപ്പയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ഹോം നേഴ്സിനെ വെച്ചിട്ട് അവരുടെ ബാധ്യതയും അവരുടെ കടമയാണ്ട് ഒഴിവാക്കല്ല ചെയ്യുക. മക്കൾ ഉണ്ടാവുമ്പോൾ മക്കളേനെ നോക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാവാതെ നോക്കണം. അതുപോലെ തന്നെയാണ് മക്കളുണ്ടായ മക്കളേനെ നോക്കി വളർത്തിയ ഉപ്പാനെയും ഉമ്മാനെയും തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്കുണ്ട്. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി. എനിക്കിതിൽ യാതൊരു അറപ്പുമില്ല, ഒരു വെറുപ്പില്ല, ഒന്നുമില്ല. എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വെറുപ്പ് കിടക്കുന്നുണ്ട്, അറപ്പ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. വെറും പണത്തിനെ മാത്രം സ്നേഹിക്കലല്ല മനുഷ്യൻ എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ശരി, എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാ തെറ്റും നിന്റെ ഭാഗത്താന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ സ്വയം കുറ്റപ്പെടുത്തുക. ഇത് നമ്മളെ അവഹേളിക്കുക അല്ലേ? ഇപ്പൊ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. കുറച്ചൊക്കെ കണ്ടാൽ മനസ്സിലാവണ ബുദ്ധി എനിക്കുണ്ട്. അത് മനസ്സിലാക്കണം കേട്ടാ. എന്തായാലും ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞതല്ല. പക്ഷെ അത് എത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നീ അത് മനസ്സിലാക്കണില്ലല്ലോ എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ? കുറച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അത് മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഒരു ഹോം നേഴ്സിനെ വെക്കാൻ പറഞ്ഞത്? എനിക്ക് എന്റെ തെറ്റായിട്ട് ഞാൻ ഇതുവരെയും തോന്നിയിട്ടില്ല, ഇനി അങ്ങോട്ട് തോന്നുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന എന്റെ ഈ സമയം വേസ്റ്റ് ആണെന്ന്.
എന്നാൽ എനിക്ക് എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണ സമയം ഒരിക്കലും എനിക്ക് വേസ്റ്റ് അല്ല. അന്നെ ഉപദേശിക്കുന്നത് മാത്രമാണ് എനിക്ക് വേസ്റ്റ്. ഓക്കെ, ശരി, പോയിട്ട് വാ. എപ്പോഴെങ്കിലും ഇപ്പൊ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് പോയി നോക്ക്.